അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഖുർആൻ സദ്വചനത്തിലേക്ക് സഹർഷം സ്വാഗതം. ഖുർആൻ പഠനത്തിൻ്റെയും മനഃപ്പാഠത്തിൻ്റെയും പാരായണത്തിൻ്റെയും ഒക്കെ സജീവമായ രാപ്പകലുകളാണ് കടന്നുപോയത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറ ബഖറയാണ്. ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂറത്താണിത്. നമുക്ക് ഈ സൂറത്തിൻ്റെ 155-156 വചനങ്ങൾ അതിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. صدق الله العلي العظيم. ഈ വിശുദ്ധമായ വചനങ്ങൾ സൂചിപ്പിക്കുന്നത് മനുഷ്യജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ, പരീക്ഷണങ്ങളെ സന്തോഷത്തോടെ, ക്ഷമയോടെ നേരിടുന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ വിശ്വാസിക്ക് അനിവാര്യമാണ്. ഖുർആൻ പറയുന്നു, വലനബ്ലുവന്നക്കും എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കും എന്നല്ല, തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇം മിനൽ ഖൗഫ്, ഭയം കൊണ്ട്, കുറച്ചൊക്കെ ഭയം കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. വൽ ജൂഅ്, വിശപ്പ് കൊണ്ട്, ക്ഷാമം കൊണ്ട്. വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, വനഖ്സിം മിനൽ അംവാലി, ധനനഷ്ടം കൊണ്ട്, വൽ അൻഫുസി, ആളപായങ്ങൾ കൊണ്ട്, വസ്സമറാത്ത്, കൃഷിനാശം കൊണ്ട്, വബശ്ശിരി സ്വാബിരീൻ, ഇതൊക്കെ ക്ഷമയുള്ളവർക്ക് സന്തോഷമാണ്. അതുകൊണ്ട് പ്രവാചകരെ, ക്ഷമിക്കുന്നവർക്ക് സുവിശേഷം അറിയിക്കുക എന്നാണ് ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. ഈ ആയത്തിൻ്റെ താല്പര്യം ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും സന്തോഷത്തോടെ നേരിടുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു സൗഭാഗ്യം വന്ന് കഴിഞ്ഞാൽ നമ്മൾ നന്ദി കാണിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സങ്കടങ്ങൾ, സന്താപങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ക്ഷമിച്ചിരിക്കുക എന്നുള്ളതാണ്. പരിഭവം പറഞ്ഞ്, പരാതി പറഞ്ഞ്, സങ്കടം പറഞ്ഞ് ജീവിതത്തിൽ നിന്ന് പിറകോട്ട് പോകുന്നതിന് പകരം, ഉൾവലിയുന്നതിന് പകരം നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടെ, ഇച്ഛാശക്തിയോടെ, ദൃഢനിശ്ചയത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ഈ ഖൗഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഉത്കണ്ഠയും ആശങ്കയൊക്കെയാണ്. സംഭവിച്ചു കഴിഞ്ഞതല്ല. നടന്നു പോകുമ്പോൾ ഒരു പാമ്പ് കടിക്കുമോ, ആന ആക്രമിക്കുമോ, പുലി കടിക്കുമോ, ഇതൊന്നുമല്ല പേടി. വളരെ നിസ്സാരമായ കാര്യത്തിന് പോലും ചിലർ പേടിക്കും. പാറ്റയെ പേടി, പല്ലിയെ പേടി, അങ്ങനെയൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ പേടി എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവം പരീക്ഷിക്കുന്ന ഒന്നാണ്. അതിൽ നിന്ന് പിന്മാറുന്നതിന് പകരം അതിനെ ശുഭാപ്തി വിശ്വാസത്തോടെ, ധീരതയോടെ നേരിടണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് കൈവന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം സമ്പത്തോ
സന്താനങ്ങളോ സൗകര്യങ്ങളോ പദവികളോ അല്ല, അവനെ പരീക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിൽ ഒരു പരീക്ഷണം നേരിടുന്നു എന്നതിനർത്ഥം അവൻ ഏറ്റവും വലിയ അനുഗ്രഹീതനാണ് എന്നാണ്. അതുകൊണ്ട് നമുക്ക് ചുറ്റും എപ്പോഴും ഭയത്തിൻ്റെ ഒരു മൂടുപടമുണ്ടാകും. ചുറ്റി നമ്മളെ വരിഞ്ഞു മുറുക്കും. അപ്പോഴൊക്കെ അതിനെ സമചിത്തതയോടെ നേരിടുക എന്നാണ് ഖുർആൻ പറയുന്നത്. വൽജു, വിശപ്പ് എന്ന് പറയുമ്പോൾ കേവല വിശപ്പിലപ്പുറം ക്ഷാമം എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ വിശപ്പിൻ്റെ ഒരു വികാരം ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. നമ്മളൊന്നും പട്ടിണി കിടക്കുന്നില്ല. ഒരു കാലത്ത് നമ്മുടെ തലമുറയെപ്പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നവർ. ആ ഒരു നേരത്തെ ഭക്ഷണം തന്നെ ചിലപ്പോൾ ഒരു ചായ കുടിക്കുമ്പോൾ പഞ്ചസാരയില്ലാതെ കട്ടൻ ചായയിൽ വെല്ലം മുക്കിക്കഴിച്ച് പട്ടിണി മാറ്റുന്ന കാലമുണ്ടായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം തന്നെ കപ്പയോ കഞ്ഞിയോ ഒക്കെ മാത്രമായിരുന്നു. ഇന്ന് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നാൽ പോലും എല്ലാ സൗകര്യങ്ങൾക്കിടയിലും ഉപരോധത്തിൻ്റെ പേരിൽ, പ്രകൃതി ദുരന്തത്തിൻ്റെ പേരിലൊക്കെ ഭക്ഷണം കിട്ടാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പട്ടിണി, നമ്മൾ അനുഭവിക്കുന്ന സുഭിക്ഷത ആഫ്രിക്കൻ രാജ്യത്തിൽ കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കുന്നത് നാം വാർത്ത അറിയുന്നുണ്ട്. അതൊരു പരീക്ഷണമാണ്. അതുപോലെ വനഖ്സിം മിനൽ അംവാൽ, സാമ്പത്തിക നഷ്ടം. വലിയ സമ്പത്തുണ്ടായിട്ട് പോലും ചിലപ്പോഴൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് അതിനെ തരണം ചെയ്യാതെ തളർന്നു പോകുന്നവർ, ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ നമുക്കറിയാം. ആളപായങ്ങൾ കുടുംബത്തിൽ, സമൂഹത്തിൽ, രാജ്യത്തൊക്കെ കലാപങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് മനുഷ്യൻ മരിച്ചു തീരുന്ന അവസ്ഥ കാണാറുണ്ട്. അതുപോലെ തന്നെ കൃഷിനാശം. എല്ലാം നന്നായി ശേഖരിച്ചു വെച്ച ഫലങ്ങൾ പെട്ടെന്നൊരു മഴ വന്ന് എല്ലാം നശിച്ചു പോകുന്ന അവസ്ഥ പലപ്പോഴും നമ്മൾ നേരിടുന്നുണ്ട്. ഇത്തരം ഘട്ടത്തിലൊക്കെ വളരെ സന്തോഷവാനായി ശാന്തനായി അതിനെ നേരിടുക. അജബൻ ലി അംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യത്തെക്കുറിച്ചിട്ടുള്ള അത്ഭുതം. എന്താണ് അത്ഭുതം? ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. അവൻ എന്ത് വന്നാലും അവന് സന്തോഷമാണ്. എന്തെങ്കിലും പ്രതിസന്ധി മാത്രമല്ല, എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ വളരെ സന്തോഷത്തോടെ അതിനെ സമീപിക്കുന്ന ഒരു രീതിയാണ് വിശ്വാസി പിന്തുടരുക. ഹാറൂൺ റഷീദ് എന്ന വിഖ്യാതനായ ചക്രവർത്തിയുണ്ട്. ആ ചക്രവർത്തിയോട് ഇബ്നു സമ്മാഖ് എന്ന ഒരു പ്രശസ്തനായ പണ്ഡിതൻ ചോദിച്ചു, അല്ലയോ രാജാവേ, നിങ്ങളൊരു മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. അതിനിടയിൽ നിങ്ങളുടെ ഭക്ഷണമെല്ലാം നഷ്ടപ്പെട്ടു. വിജനമായ പ്രദേശമാണ്, അവിടെ ആരുമില്ല, ഒരു തുള്ളി ജലം പോലും ഇല്ല. അത്തരം സമയത്ത് ഒരാൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തന്നു എന്ന് കരുതുക. മരിക്കാറായിട്ടുണ്ട് നിങ്ങൾ. അപ്പം നിങ്ങൾ അവർക്ക് എന്ത് സമ്മാനം കൊടുക്കൂ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ പകുതിയും അദ്ദേഹത്തിന് കൊടുക്കുമെന്നാണ്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് പട്ടിണി കിടന്നു, നിങ്ങൾ പ്രയാസപ്പെട്ടു, അതിനുശേഷം നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അവശനായിട്ട് അവിടെ മാറുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു വൈദ്യൻ നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ സൗകര്യപ്പെടുന്ന രീതിയിൽ ഒരു മരുന്ന് പറഞ്ഞു തരികയാണ്. അങ്ങനെ മരുന്ന് തന്നാൽ നിങ്ങൾ അവർക്ക് എന്താണ് പ്രതിഫലം കൊടുക്കുക എന്ന് ചോദിച്ചപ്പോൾ ഹാറൂൺ റഷീദ് പറഞ്ഞ മറുപടി എക്കാലത്തും ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ ബാക്കി പകുതിയും കൊടുക്കുമെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മളെല്ലാം വെട്ടിപ്പിടിച്ചതെല്ലാം നമ്മുടെ ഒരു തുള്ളി ജലത്തിനും നമ്മുടെ അസുഖത്തിനും പകരമാവില്ല ഇതൊന്നും എന്നാണ് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഖുർആൻ എപ്പോഴും, പ്രവാചകൻ എപ്പോഴും ചേർത്ത് പറയുന്ന കാര്യമാണ് താഇമു ശാക്കിർ കസാഇമി സാബിർ. ഭക്ഷണം കഴിക്കുന്ന നന്ദിയുള്ളവനുണ്ടല്ലോ, അതും വിശന്നിരിക്കുന്ന നോമ്പ് നോക്കുന്ന ക്ഷമാവാനും ഒരുപോലെയാണ്, ക്ഷമാശീലനും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും നല്ല രണ്ട് ഗുണങ്ങളാണ് ക്ഷമിക്കുക എന്നതും നന്ദി ചെയ്യുക എന്നുള്ളതും. അതായത് ആറ്റിറ്റ്യൂഡ് ടു ഗ്രാറ്റിറ്റ്യൂഡ്, എപ്പോഴും നന്ദിയുള്ള മനസ്സുണ്ടാവുക. നമ്മളെല്ലാം ജീവിതത്തിൽ ദൈനംദിനം നമ്മുടെ മനുഷ്യന്മാർ ദുർബലരാണ്. എനിക്കൊന്നും കിട്ടിയിട്ടില്ല,
അവനത് കിട്ടി, സമ്പത്ത്, സൗകര്യങ്ങൾ, പ്രതാപങ്ങൾ, ഞാൻ കഷ്ടത്തിലാണ്, എനിക്ക് സാമ്പത്തിക പ്രയാസമാണ്, എനിക്കെപ്പോഴും രോഗമാണ്, ദൈവം എന്തിനാണ് എനിക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ തരുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. പക്ഷേ യഥാർത്ഥ വിശ്വാസി അവൻ ചിന്തിക്കുന്നത് എനിക്കിന്ന് എഴുന്നേൽക്കാൻ പറ്റിയല്ലോ, എനിക്കിന്ന് ശ്വസിക്കാൻ പറ്റിയല്ലോ, അവൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കാൻ പറ്റിയല്ലോ, എന്നെ തന്നെ കാണാൻ പറ്റിയല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. നമുക്ക് ജീവിതത്തിൻ്റെ സൗകര്യത്തെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ നമ്മളൊരു ഡയാലിസിസ് സെൻറ്ററിൽ പോയാൽ മതി. അവിടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പ്രയാസപ്പെടുന്നവർ, ഒന്ന് മൂത്രമൊഴിച്ച് അവശതയും ക്ഷീണവും മാറ്റാൻ ആഗ്രഹിക്കുന്നവർ, അവരെ നമ്മൾ കാണുന്നു. ക്യാൻസർ സെൻറ്ററിൽ പോയാൽ നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തെക്കുറിച്ച് നമുക്ക് യഥാർത്ഥ ബോധ്യം വരും. എനിക്ക് കുറച്ചുകൂടി ജീവിക്കണമെന്ന് ആശിച്ചിരിക്കുന്ന, പ്രതീക്ഷയേറ്റുപോയ 4ാം സ്റ്റേജിലൊക്കെ നിൽക്കുന്ന ക്യാൻസർ പേഷ്യൻറ്റുകളെ കാണുമ്പോഴാണ് ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സൗകര്യത്തെക്കുറിച്ചിട്ടുള്ള ബോധം നമുക്ക് വരിക. അപ്പോൾ അങ്ങനെയുള്ള ക്ഷമാശീലരായ വിശ്വാസികളെയാണ് മതം താല്പര്യപ്പെടുന്നത്. പടച്ചവൻ അത്തരം ആൾക്കാരെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടദാസൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ഷമ എന്നുള്ളത് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥത്തിലുള്ള ധീരൻ, ശക്തൻ ഒരാളെ ഗുസ്തി പിടിച്ച് മലർത്തിയടിക്കുന്നവനല്ല, കോപം വരുമ്പോൾ ക്ഷമിക്കുന്നവനാണ്. ഖുർആൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരു വചനം ഇങ്ങനെയാണ്, വൽ കാളിമീനൽ ഗൈള, കോപത്തെ വിഴുങ്ങുന്നവരാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങൾ, യഥാർത്ഥ ഭക്തന്മാർ കോപത്തെ വിഴുങ്ങുന്നവരാണ്. ആ രീതിയിൽ ക്ഷമാശീലരായ ആളുകൾക്ക് സന്തോഷമുണ്ട് എന്നാണ് ബഖറയിലെ ഈ സൂറത്തുകൾ, ഈ വചനങ്ങൾ പറയുന്നത്. അതിനുശേഷം 156-ാമത്തെ വചനം ഇങ്ങനെയാണ്, വല്ലദീന ഇദാ അസാബത്ഹും മുസീബ, എന്തെങ്കിലും വിപത്തുകൾ വരികയാണെങ്കിൽ, ദുരന്തങ്ങൾ വരികയാണെങ്കിൽ, അവർ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവർ പറയും ഇന്നാ ലില്ലാ, ഞങ്ങൾ ദൈവത്തിനുള്ളതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ദൈവത്തിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്, അവനിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങേണ്ടത്. ആ ഒരു വാക്യം പലപ്പോഴും പലരും തെറ്റായി ധരിക്കുന്നുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയേണ്ടത് മരിച്ചു കഴിഞ്ഞാലുള്ള ഒരു ദുഃഖ അനുശോചന വാക്യമായിട്ട് പറയുന്ന കാര്യമാണ് എന്ന്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിപത്തിനും അപകടത്തിനും ഒക്കെ നമുക്ക് പറയേണ്ട ഒരു വാക്കാണത്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വിളക്ക് പെട്ടെന്ന് അണഞ്ഞു പോയപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സഹാബി ചോദിച്ചു, ഇതെന്താണ്, ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അപ്പോൾ പ്രവാചകൻ തിരുത്തി, മരിച്ചാൽ മാത്രമല്ല, ഇതൊരു അപകടം പറ്റിയാൽ, ഒരു പ്രശ്നമുണ്ടായാൽ, നമുക്കൊരു വേദനയുണ്ടായാൽ പറയുന്ന ഒരു കാര്യമാണ്. ആ അർത്ഥത്തിൽ ആ ഒരു വാക്യം, ആ ഖുർആൻ വാക്യം ഒരു വിശ്വാസിയെ പ്രതീക്ഷയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ്. നമ്മൾ തളർന്നു പോകാതെ, പിറകോട്ട് പോകാതെ, ജീവിതത്തിൽ തോറ്റുപോകാതെ, ഇനിയും ഞാൻ ഉഷാറായി മുന്നോട്ട് പോകും. കാരണം നമ്മുടെ യാത്ര പൂർണ്ണമായി ദൈവത്തിലേക്കാണ്. നമ്മൾ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം അവനിലേക്കുള്ള യാത്രയിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ അതിജയിച്ചേ തീരൂ, വകഞ്ഞു മാറ്റിയേ തീരൂ. നമ്മളൊരു യാത്ര പോകുമ്പോൾ പെട്ടെന്നൊരു കല്ല് വന്ന് മുന്നിൽ നിന്നാൽ യാത്ര നിർത്തി പിറകോട്ട് പോകുന്നവൻ പരാജയപ്പെടും. എന്ത് വില കൊടുത്തും അതിനെ മറികടന്നേ പോകൂ എന്ന ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോകുമ്പോൾ അവനാണ് ജീവിതത്തിൽ വിജയം നേടാനാവുക, ഇഹത്തിലും പരത്തിലും. പടച്ചവൻ ഇഹപര വിജയികളിൽ നമ്മെ പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി, മറ്റൊരായത്തുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.